രക്ഷകനുമായ യേശുമിശിഹായെന്ന ദൈവത്തിന്റെ കൃപ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്ത്യോക്യൻ ആരാധനക്രമം അനുസരിച്ച് ഈശോയോട് ചേർന്ന് അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കൂടിയാണ് പ്രവേശിക്കുന്നത്. അവനോട് കൂടെ മരിച്ച് അവനോടുകൂടെ ഉയർക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യമേ ദൈവത്തോട് മാപ്പപേക്ഷിച്ച് ചെയ്തുപോയ അകൃത്യങ്ങളെ ഓർത്ത് തമ്പുരാനോട് മാപ്പപേക്ഷിക്കും. തുടർന്ന് മനുഷ്യരോട്, സഹജീവികളോട് മാപ്പപേക്ഷിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശുഭക്കോനോ, നോമ്പ് തുടങ്ങുന്ന ഞായർ കഴിഞ്ഞു വരുന്ന ആദ്യ തിങ്കളാഴ്ച ഉച്ച നമസ്കാരത്തോടു കൂടി കുമ്പിടിയിൽ നടത്തുന്നു. ദൈവസന്നിധിയിലെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എളിമപ്പെടുത്തി ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച്, ദൈവമേ, ഞാൻ നിന്നോടും ഈ ജനത്തോടും ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും മാപ്പപേക്ഷിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന ഒരു ശുശ്രൂഷയാണിത്. ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഒരുക്കി ഈ നോമ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ നമ്മളെ വിളിക്കുന്ന ഈ വലിയ വിളിയിലേക്ക്, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക്, ആ വലിയ സ്നേഹത്തിലേക്ക് നമുക്ക് ഈ നോമ്പ് കാലത്ത് ഒന്നുചേരാം. അവനോടുകൂടെ പാപത്തിന് മരിച്ച് യേശുവിൽ ഉയർത്തെഴുന്നേൽക്കാം. ഈ നോമ്പുകാലം അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ.